ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള പോളയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് വെറൈറ്റി പോളയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടി വെറൈറ്റിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോളയാണ്. നമുക്കിത് ഒരെണ്ണം കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല, കഴിച്ചവർ ഉറപ്പായിട്ട് ഇതിൻ്റെ റെസിപ്പി ചോദിക്കും, കാരണം അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും ഒക്കെ ഇടുന്നുണ്ട്, ആ വീഡിയോൻ്റെ ലിങ്ക്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൻ്റെ മാവ് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിക്കകത്തോട്ട് 2 മുട്ടയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴേ റെഡിയാക്കണമെന്നില്ല, മസാല റെഡിയാക്കിയതിന് ശേഷം ചെയ്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലെന്ന് പറഞ്ഞാൽ 1/4 ലിറ്ററാണ് ഉണ്ടാവുക. നമ്മൾ 1/2 ലിറ്റർ പാലിൻ്റെ പകുതി അത്രയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. അതും 1 കപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പിൻ്റെ അളവിലാണ് കപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 2 തവണ ചേർക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ 1 കപ്പ് മൈദയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല പോലെ അടിച്ചെടുക്കുക, ഒട്ടും കട്ടയില്ലാതെ. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററിൻ്റെ പണി കഴിഞ്ഞു. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ബീഫ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ബീഫ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഞാൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ വേവിക്കണം. ചിക്കൻ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ നമ്മൾ വേവിച്ച് ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒരു 5-8 പീസ് ഉണ്ടാവും, ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തത്, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ഒരുപാട് വേണമെന്നില്ല, കാരണം ഒറ്റ ലെയറായിട്ടാണ് നമ്മൾ മസാല വെക്കുന്നത്. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 2 സവാളയാണ്. മീഡിയം സൈസുള്ള 2 സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അത് നമുക്കിനി ഇതിൽക്കിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ആ മസാലയുടെ ആ എണ്ണയിൽ തന്നെ ഇട്ടത് കൊണ്ട് ആ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരും മസാലയ്ക്ക്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടാനായിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്, ഒത്തിരി അങ്ങോട്ട് ആവണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് കൂടുതൽ നമ്മൾ പച്ചമുളകിൻ്റെ എരിവല്ല കേട്ടോ കൊടുക്കുന്നത്, നമ്മൾ കൂടുതൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഒരെണ്ണം ചേർത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറണ വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയുടെ കുത്തൽ നല്ല പോലെ ഒന്ന് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഞാൻ ബീഫ് ഓൾറെഡി ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ ചിക്കൻ വെച്ചിട്ട് ചെയ്തോളൂ, അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഞാൻ ഇത് ഇത്തവണ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് അധികം ചേർത്തോളൂ, അപ്പോൾ മസാലയ്ക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അത് നമ്മൾ ബീഫ് ഇട്ടതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം.
അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പഴയ ദോശക്കല്ല് ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സോസ് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് സോസ് പാൻ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പകുതി മാവ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ ലെയർ സെറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 പുഴുങ്ങിയ മുട്ട വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മസാല കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. മുട്ടയും അതേപോലെ തന്നെ ബീഫിൻ്റെ മസാലയും ഒക്കെ കൂടിയായിട്ട് പൊളിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ സൈഡിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അതിനുശേഷം മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ മസാല ബാക്കി വെച്ചായിരുന്നു, അതും ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും നമ്മൾ ഉണ്ടാക്കി വരുന്ന സമയത്ത്. പിന്നെ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിവിടെ ക്യാപ്സിക്കും ക്യാരറ്റും വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ കേക്കിൻ്റെ വേവ് നോക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ മേൽഭാഗം കുറച്ചൊന്ന് ഡ്രൈ ആവാനുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. നമുക്ക് വേറൊരു പാനിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഡ്രൈ ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് വേറൊരു പാനിൽ എണ്ണയൊക്കെ തടവി അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്, അതുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.